لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ ജീവികൾക്കും അതിൻ്റെ ഒരു അവസാനം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉത്കൃഷ്ട ജീവിയായ നമുക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരവസാനം നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ മരണത്തിൻ്റെ ദിവസമാണ്. അത് ഇന്നാവാം, നാളെയാവാം, ഏത് സമയത്തുമാവാം. അതാരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിയിച്ചിട്ടില്ലാത്ത പരമമായ ഒരു സത്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ സംബന്ധിച്ച് പറഞ്ഞ വാചകങ്ങളിൽ കടുപ്പമുള്ള ഒരു വാക്കുണ്ട്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബികും. ഖുൽ നബിയെ, നിങ്ങൾ പറയൂ, യതവഫാകും, നിങ്ങളെ മരിപ്പിച്ചു കളയും. ആരെയാ അല്ലാഹു നിങ്ങളെ മരിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്? മലക്കുൽ മൗത്ത്, മരണത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മലക്ക്. എന്താണ് ആ മലക്കിൻ്റെ പ്രത്യേകത? അല്ലദീ വുക്കില ബികും, നിങ്ങൾ ഓരോരുത്തരും ആ മലക്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതു വർഷം, ഏതു മാസം, ഏതാഴ്ച, ഏത് ദിവസം, ഏത് സമയം, എവിടെ, എങ്ങനെ, കൃത്യമായ വിവരം മലക്കുൽ മൗത്തിൻ്റെ ലിസ്റ്റിൽ ഈ നിൽക്കുന്ന എൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മലക്കുൽ മൗത്ത് വരും, യതവഫാകും, നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയാവുന്ന മനുഷ്യൻ മലക്കുൽ മൗത്തിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവനും ആ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവനും ആണ്. കാരണം മരണത്തോടു കൂടി നമ്മൾ യാത്രയാവുന്നത് ആഖിറത്തിലേക്കാണ്, അള്ളാഹുവിൻ്റെ കോടതിയിലേക്കാണ്.
അതൊരു തമാശയുള്ള സ്ഥലമല്ല, കാര്യ ഗൗരവമുള്ള സ്ഥലമാണ്. അവിടെ അവൻ കോടിക്കണക്കിന് വരുന്ന അടിമകൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്ന യൗമുൽ ഫസ്ലാണ്. അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമ. ഒരു വിഭാഗം വലതുപക്ഷത്തിൻ്റെ ആളുകൾ, മറുവിഭാഗം ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, അഥവാ അസ്ഹാബുൽ ജന്ന വഅസ്ഹാബുൻ നാർ. ഇവിടെ ആരെയായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലതുപക്ഷത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റുക? ആരായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറുക? അത് നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും ഇപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ തടിയിൽ ജീവനുള്ള റൂഹുള്ള സമയം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം 1000 ആളുകൾ വന്ന് നമ്മുടെ ചുറ്റും ഇരുന്ന്, ഇതാ വിജയത്തിൻ്റെ ആൾക്കാരുടെ സ്വഭാവം ഇന്ന കാര്യങ്ങളാണ്, നരകത്തിൻ്റെ ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇന്ന കാര്യങ്ങളാണ് എന്ന് 1 കോടി പ്രാവശ്യം കാതിലല്ല ഇത് തുറന്നിട്ട് ചൊല്ലിത്തന്നാലും ഉപകാരം ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്ന സമയം അതിനെപ്പറ്റി അറിയണം, പഠിക്കണം. എങ്കിലെൻ്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുന്ന ദിവസം അസ്ഹാബുൽ മൈമനയുടെ കൂട്ടത്തിൽ, വലതുപക്ഷത്തിൻ്റെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടുന്ന ആളുകൾ ആരായിരിക്കുമെന്നറിയോ? പക്ക മുസ്ലിമീങ്ങൾ. ഒറ്റ വാക്ക് പറഞ്ഞാൽ പക്ക മുസ്ലിമീങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പക്ക മുസ്ലിം എന്ന് പറയുന്നത്? അര മുസ്ലിം പോകൂല, മുക്കാ മുസ്ലിം പോകൂല, കാ മുസ്ലിമിനെയും സ്വീകരിക്കൂല. ആവുമ്പം നമ്പർ 1 ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. കാരണം അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫതൻ. ഏ വിശ്വാസികളെ, നിങ്ങൾ ഫിസ്സിൽമി ഐ ഫിൽ ഇസ്ലാം, നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. എങ്ങനെ? നിങ്ങൾക്ക് തോന്നിയ പോലെ പറ്റൂല, നിങ്ങളെ ഇഷ്ടമുള്ള പോലെ പറ്റൂല, നിങ്ങൾ വിചാരിച്ച പോലെ പറ്റൂല, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്ന പോലെ ഒന്നും പറ്റൂല. കാഫതൻ. ഖാല ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഐ കാമിലതൻ. പൂർണ്ണമായും പ്രവേശിക്കണം. എങ്കിൽ ഇസ്ലാമിലേക്കുള്ള ആ പൂർണ്ണ പ്രവേശനം എന്താണ്? നിസ്കാരമാണോ? അല്ല. 5 നേരത്തെ നിസ്കാരമല്ല ഇസ്ലാമിലേക്കുള്ള പ്രവേശനം. റമദാൻ മാസം വരുമ്പോൾ നോമ്പെടുക്കലാണോ? അതുമല്ല. പൈസക്കാരൻ 2.5% സക്കാത്ത് കൊടുക്കലാണോ? അല്ല. വർഷാവർഷം കഅബാലയത്തിലേക്ക് 5-6 ലക്ഷം ചെലവാക്കി പോയി ഹജ്ജ് ചെയ്ത് ഹജ്ജുമയായി അല്ലെങ്കിൽ ഹാജിയായി വരുത്താണോ? അല്ല. സദഖ ചെയ്യലാണോ? അല്ല. ബലികർമ്മം നടത്തലാണോ? അല്ല. സൽസ്വഭാവിയാവലാണോ? അതുമല്ല. ഈ പറയപ്പെട്ട നിസ്കാരം തൊട്ടിങ്ങോട്ടുള്ള ഓരോന്നും ഒരു നന്മയായി, പുണ്യകർമ്മമായി അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അത് ചെയ്തവൻ മുസ്ലിം ആവൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല മുസ്ലിം ആവാനുള്ള വഴി. ഇതൊക്കെ മുസ്ലിം ആയതിനു ശേഷം ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ മുസ്ലിം ആയതിനു ശേഷം ചെയ്താൽ നന്മയായി പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിലുള്ള ഒരു ഹൈന്ദവ സഹോദരൻ, ഒരു ബാലകൃഷ്ണൻ, ഉദാഹരണത്തിന് ഫജ്ർ തൊട്ട് ഇശ വരെയുള്ള നിസ്കാരത്തിന് ഈ മുസല്ലയിലുണ്ട് നിസ്കരിക്കാൻ. നമ്മൾ ആരെങ്കിലും പറയോ ബാലകൃഷ്ണായിട്ട് നിസ്കാരക്കാരനാണെന്ന്? അയാളുടെ മുഖത്ത് നിസ്കാരത്തിൻ്റെ നൂറുണ്ട് എന്ന്? അയാൾക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു സ്വർഗം നസീബാക്കുമെന്ന് പറയോ നിസ്കരിച്ചതിനെ കൊണ്ട്? ഇല്ല. മറിച്ച് നമ്മൾ എന്തേ പറയൂ? അയാൾ ഇങ്ങനെ വന്നിട്ട് റുക്കുവും സുജൂദെല്ലാം ചെയ്തിന്, പക്ഷെ എന്ത് കാര്യം എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? ആരാണോ അത് ചെയ്യേണ്ടത് അതായില്ല നമ്മുടെ ബാലകൃഷ്ണൻ. എങ്കിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ വാതിലിന് പറയുന്ന പേരാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതില്ലേ ഓൻ്റെ പേര് മുസ്ലിം എന്നല്ല. വിഷയം ഗൗരവമുള്ളതാണ്, തമാശ അല്ല. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലേ ഓൻ്റെ പേര് മുസ്ലിം എന്നല്ല. മാർക്കം ചെയ്തിട്ടുണ്ടാവും, അബ്ദുല്ലാന്ന് പേര് വെച്ചിട്ടുണ്ടാവും, ആയിഷാന്ന് പേരുണ്ടാവും, മദ്രസയിൽ പഠിക്കുന്നുണ്ടാവും, ഗവൺമെന്റ് ലിസ്റ്റിൽ ഓബീസിന്റെ കോളത്തിൽ ആ പേരുണ്ടാവും.
അതുകൊണ്ട് അവൻ മുസ്ലിമായി പരിഗണിക്കപ്പെടൂല. കാരണം മുസ്ലിമിനെ മുസ്ലിമായി പരിഗണിക്കേണ്ടത് അല്ലാഹുവാണ്. അല്ലാഹു മുസ്ലിമിനെ പരിഗണിക്കുന്നത് അവൻ അല്ലാഹുവിന് കൊടുക്കുന്ന കരാറിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതാണ് ഷഹാദ. അഥവാ ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തെ സംഗതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ ലക്ഷ്യം? ആളുകൾക്ക് തിരിഞ്ഞില്ല. ആൾക്കാർ ഇപ്പം ദീനിയായി എന്ന് പറഞ്ഞാൽ താടി വെച്ചു, അല്ലെങ്കിൽ ദീനിയായി തൊപ്പിയിട്ടു, അല്ലെങ്കിൽ അവൻ ദീനുള്ള മനുഷ്യനായി കന്തൂറയിട്ടു. നോ, ഇതൊന്നുമല്ല ദീനിയായിട്ട് അള്ളാഹു പരിഗണിക്കുന്ന കാര്യം. അള്ളാഹു ദീനിയായി എന്ന് പരിഗണിക്കുന്ന കാര്യം അവൻ എനിക്ക് തന്ന കരാറ് പൊളിക്കാതെ പൂർത്തിയാക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയിട്ടാണ്. അഷ്ഹദു എന്ന വാക്കിനർത്ഥം അതാണ്. അല്ലാഹ്, ഞാനിതാ നിന്നോട് കരാറ് ചെയ്യുന്നു, മീസാഖ്, ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. എന്തിനാ നമ്മൾ ഉടമ്പടി എന്ന് പറയാ? പടച്ചോനെ അല്ലാഹുവേ, ഞാനിത് പൊളിക്കൂല, ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. എനിക്ക് ചിലപ്പോൾ ശാരീരികമായി നഷ്ടങ്ങൾ വന്നേക്കാം, സാമ്പത്തിക നഷ്ടം വന്നേക്കാം, അല്ലെങ്കിൽ എനിക്ക് കുടുംബത്തിലോ വീട്ടിലോ പ്രശ്നങ്ങൾ വന്നേക്കാം, നാട്ടിലെനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, സാമൂഹികമായിട്ട് എനിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം, അതുമല്ലെങ്കിൽ എൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. എന്നാലും ഒരു കട്ടുക്ക് മണിയോളം ഞാൻ പിന്മാറുന്ന പരിപാടിയില്ല. ഇതാണ് അഷ്ഹദു എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. അതിങ്ങനെ തസ്ബീഹിമാല പിടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഒരു വാക്കല്ല. ചൊല്ലിക്കോളി, കൂലിയുണ്ട്, പക്ഷെ അതിന് മാത്രമുള്ള വാക്കല്ല. അല്ലാഹുവേ, മാലിക്കുൽ മുലൂക്കായ മഹാപ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ, എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഇതാ ഞാൻ നിന്റെ അടിമയായിരിക്കുന്നു. ഞാൻ നിന്നോട് കരാറ് ചെയ്യുന്നു, നീയുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. എൻ്റെ കഴുത്തിന്റെ മുകളിൽ നിന്ന് ഈ തല വെട്ടി മാറ്റപ്പെട്ടാലും അതിന് പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. എന്ത് കാര്യത്തിൽ? തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓന്റെ പേരാണ് മുസ്ലിം. ഓനാണ് നിസ്കരിക്കേണ്ടത്, അവനാണ് നോമ്പെടുക്കേണ്ടത്, അവൻ്റെ ഹജ്ജാണ് ഹജ്ജായിട്ട് അല്ലാഹു പരിഗണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉദ്ഖുലു, ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ, അഥവാ എനിക്ക് നിങ്ങൾ കരാറ് തരൂ. ഏത് വിഷയത്തിലാ കരാറ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അക്കരാറ് പൊളിച്ചോൻ, ഓൻ്റെ പേര് മുസ്ലിം എന്നല്ല. ഇത്ര താടി ഉണ്ടാവും, ചിലപ്പോൾ കന്തൂറ ഉണ്ടാവും, ഇത്ര വലിയ നിസ്കാര തഴമ്പുണ്ടാവും, ഓൻ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ റമദാൻ മാസത്തിൽ സദഖ ചെയ്യുന്നുണ്ടാവും, കൊടും ചൂടത്ത് വിയർത്തൊളിച്ച് കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നുണ്ടാവും. പക്ഷെ അള്ളാന്റെ ലിസ്റ്റിൽ ഓൻ്റെ പേര് മുസ്ലിം എന്നല്ല. കരാറ് പൂർത്തിയാക്കാത്തവൻ്റെ. എങ്ങനെയാ കരാറ് പൂർത്തിയാക്കേണ്ടത്? നമ്മൾ സാധാരണ ചെറിയ പ്രായത്തിൽ പഠിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾ മംഗലാപുരത്തുകാരാണ്. ദർഗകളും ജാറങ്ങളും ഉറൂസുകളും നേർച്ചകളും ആഘോഷ തിമിർപ്പോടെ ആടിക്കൊണ്ടിരിക്കുന്ന നാട്ടിലാണ്. അതിലേക്ക് വിളിക്കാനുള്ള ആളുകൾ ആയിരങ്ങളുണ്ട്. അത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച പലരുണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ, അള്ളാഹുവിന് കൊടുത്ത കരാറിനെ സ്വഹീഹായി അള്ളാഹു എപ്പോഴാ കബൂലാക്കാന്നറിയോ? നിസ്കാരം എന്ത് നോക്കിയിട്ടാണോ കബൂലാക്കുന്നത്, അതേപോലെ ചില കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിസ്കാരം സഹീഹാവുന്നത്. അതിൻ്റെ 14 ഫർളുകൾ പൂർത്തിയാക്കുമ്പോഴാണ്. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ, 4 ഫാത്തിഹ ഓതൽ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും അക്കമിട്ട് എണ്ണിപ്പറയും, ഉറക്കുന്നു വിളിച്ച് ചോദിച്ചാലും പറയും. കാരണം ചെറുപ്പത്തില് 14 ഫർള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം നിസ്കാരമാണ്, ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവും, കൂലിയില്ലാണ്ടായി പോവും. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിസ്കാരത്തിന്റെ 14 ഫർള് എണ്ണി പഠിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുവാൻ അള്ളാഹു നിബന്ധനയാക്കിയ ഷഹാദത്തിന്റെ 2 ഫർളുകൾ പഠിക്കണമായിരുന്നു. അത് പഠിച്ചില്ല. അതുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്നോൻ ദാറത്തിലെത്തി, ദർഗയിലെത്തി. തങ്ങന്മാരും ബാവന്മാരും ബീവിമാരും മുസ്ലിം എന്ന് പേരുള്ളവരെ ചതിച്ച് വഞ്ചിച്ച് അവനെ കൊള്ളയടിച്ചു സുഖിയന്മാരായി. ഇവരിപ്പോഴും ബോധമില്ലാത്തതിനെ പോലെ
ഖബറിൻ്റെ അടുത്ത് മുല്ലപ്പൂവും വെച്ചിട്ട് ദഫ് മുട്ടിയിട്ട് ചുറ്റിയാൽ മുസ്ലിം എന്ന് പേരുള്ള മഠയൻ, അള്ളാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിൽ, ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാഹിൽ, വിവരം കെട്ടവൻ. 2 ഫർദാണ് അള്ളാഹുവിന് കൊടുത്ത കരാറ് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2 ഫർദ്. അത് ഉമ്മത്തിനറിയില്ല. ചെറുപ്പക്കാരെ, നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ നഫ്സിനോട്, ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത്തെ ഫർദ് പഠിച്ചിട്ടുണ്ടോ? ഫർദ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ ഫർദ് പൂർത്തിയാക്കിക്കൊണ്ടാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫർദ് അറിയില്ലെങ്കിൽ, ആ ഫർദ് പൂർത്തിയായിട്ടില്ലെങ്കിൽ നിന്റെ ഷഹാദ ഖബൂലല്ല, അഥവാ നീ മുസ്ലിമായി അള്ളാഹുവിന്റെ ലിസ്റ്റിൽ പേരെഴുതപ്പെട്ടിട്ടില്ല എന്നർത്ഥം. തമാശ അല്ല, ഇത് ആഖിറത്തിലേക്കുള്ളതാണ്. ഇത് സ്വർഗം നേടാനുള്ളതാണ്. ഇത് കച്ചവടം നടത്താനുള്ളതല്ല, ദുനിയാവിൽ മറ്റെന്തെങ്കിലും നേടാനുള്ളതല്ല. മരിച്ചതിന് ശേഷം സ്വർഗം കിട്ടാൻ. അതിലൊന്നാമത്തെ ഫർദ് എന്താ അറിയോ? ലാ ഇലാഹ നഫിയുൽ ആം. അതാ ഒന്നാമത്തെ ഫർദ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹു അല്ലാത്ത, അല്ലാഹ്ക്ക് പുറമെ ഈ ദുനിയാവിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന, സഹായം തേടപ്പെടുന്ന, ഉപകാരം തേടപ്പെടുന്ന, ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തേടപ്പെടുന്ന, ഫലമേൽപ്പിക്കപ്പെടുന്ന, ആശ്രയിക്കപ്പെടുന്ന ഏതൊക്കെ വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ ഈ ദുനിയാവിലുണ്ടോ അതിനെ മുഴുവൻ അല്ലാഹ് ഞാൻ എൻ്റെ മനസ്സിന് ഇതാ തള്ളി മാറ്റുന്നു. ലാ ഇലാഹന്റെ വാക്കിനർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉള്ളാളത്തെ തങ്ങൾ കൽബിലുണ്ടെങ്കിൽ ഓൻ്റെ പേര് മുസ്ലിം എന്നല്ല, മുശ്രിക് എന്നാണ്. ഇങ്ങനെ ഇപ്പോഴും ഒരുത്തൻ്റെ കൽബിൽ മുഹീദ്ദീൻ ശൈഖ് ഉണ്ടെങ്കിൽ, ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, മഹല്ല് ജമാഅത്ത് പള്ളിയുടെ മിമ്പറിൽ മിഹ്റാബിൽ റബീഉൽ ആഖിർ മാസം വരുമ്പോൾ മുസല്ല വിരിച്ച് തലയണ വെച്ച് കുതുബിയത്തിന്റെ കിതാബും തുറന്നു വെച്ച് ഖാദിയോ മുദർരിസോ മൗലാനോ ഉസ്താദോ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ പാടിയാൽ എങ്ങനെ? ബസിർ ഫുആദി സിറാതൻ അൻത സാലികുഹു വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. സാധാരണക്കാരനൊരു പാട്ട്, ഉസ്താദിന് നല്ല, നമ്മൾ പാടുമ്പോൾ ചിലപ്പോൾ ട്യൂണുണ്ടാവില്ല, പാടുന്ന ആൾക്കാർ പാടുമ്പോൾ ട്യൂണെല്ലാം ഉണ്ടാവും, കേൾക്കാൻ രസമെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് വെറുമൊരു പാട്ടല്ല, ഇത് വെറുമൊരു പാട്ടല്ല. ദീനുൽ ഇസ്ലാമിന്റെ രാജപാതയിലുള്ള മെമ്പർഷിപ്പിനെ കട്ട് ചെയ്ത് ഒരുത്തനെ മുശ്രിക്കാക്കുന്ന, മുർത്തത്താക്കുന്ന, നരകത്തിന്റെ തീക്കൊള്ളിയാക്കുന്ന 2 വാക്ക്. ഇതറിയാൻ ഷഹാദത്ത് എന്താണെന്നറിയണം. ഇതറിയണമെങ്കിൽ അള്ളാഹ് കൊടുത്ത കരാറിനോട് കൂറുണ്ടാവണം, ഫർദുകൾ അറിയണം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഈ ഇൽമു ഒളിപ്പിക്കപ്പെട്ട് വെച്ചത്. ഇതുവരെ ആരും കേട്ടില്ല. കേട്ടാൽ ഉള്ളാളത്തെ ജാറത്തിന് പിന്നെ വിലയുണ്ടാവില്ല, ഒരു മഖ്ലൂക്ക് അവിടെ ഉണ്ടാവില്ല. ഉറൂസിന് അവിടുത്തെ കിണർ നിറയൂല, അവിടുത്തെ പണ്ടാരം നിറയൂല. എപ്പോൾ ഞാൻ എൻ്റെ റബ്ബിന് കൊടുത്ത കരാർ ഇന്ന ഫർദ് പാലിച്ചുകൊണ്ടാണ് എന്ന് കൊടുത്തവന് ബോധ്യം വന്നാൽ അതുകൊണ്ട് പഠിപ്പിച്ചിട്ടില്ല. ഈ പാടിയ ഭാഷ എന്താ അറിയോ? ബസ്ർ ഫുആദി സിറാതൻ അൻത സാലികുഹു. ഷെയ്ഖ് ജീലാനി അവറുകളെ, താങ്കൾ എൻ്റെ മനസ്സിന് വഴി കാണിച്ചു തരണം, നേരായ മാർഗം കാണിച്ചു തരണം. അൻത സാലികുഹു, അങ്ങ് പ്രവേശിച്ച ആ മാർഗം. വല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു, അല്ലാഹു താങ്കൾക്ക് ആ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം താങ്കളാണ് അതിൻ്റെ ഉടമസ്ഥൻ, അങ്ങനെ നേർവഴിയിലാക്കണം. ഷെയ്ഖ് ജീലാനിയോട് വിളിച്ചിട്ടുള്ള ദുആ. ഈ പറഞ്ഞവൻ കലിമത്തു ഷഹാദയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഒന്നാമത്തെ ഫർദിനെ ബാത്തിലാക്കിയവനാണ്. നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ ഫർദാണ്, ഒരുത്തനെ പറഞ്ഞില്ല, ഓൻ്റെ നിസ്കാരം ബാത്തിലാണ്. എങ്കിൽ ഒരുത്തൻ്റെ മനസ്സിൽ ഇപ്പോഴും മൊയ്തീൻ ഷെയ്ഖിനോട് ഇങ്ങനത്തെ തേട്ട ഉണ്ടെങ്കിൽ, തേടാമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓൻ്റെ ഒന്നാമത്തെ ഫർദ് ബാത്തിലാണ്, ഓൻ്റെ ഷഹാദ ശരിയല്ല. ഷഹാദ ശരിയല്ലാത്തവൻ മുസ്ലിമായി പരിഗണിക്കപ്പെടില്ല. എങ്കിൽ നാട്ടിൽ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടാവും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വിഷയം നിസ്സാരമല്ല. ദുനിയാവിലേക്കുള്ളതല്ല ഇത്, ആഖിറത്തിലേക്കുള്ളതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് കാഫിറുകളായി. എപ്പോൾ? പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം.
നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖൗമ് കാഫിറായിട്ട് അല്ലാഹു വിശേഷിപ്പിച്ചു ഖുർആനിൽ. എപ്പോൾ, എന്തുകൊണ്ട്? എപ്പോൾ, എന്തുകൊണ്ട്? കാനന്നാസു ഉമ്മത്തൻ വാഹിദ. അന്നൊരു മതമില്ല, അന്ന് ദുനിയാവിൽ ഹിന്ദു മതമില്ല, ക്രിസ്തു മതമില്ല, ജൂത മതമില്ല, മജൂസികളില്ല, നിരീശ്വരവാദികളില്ല, എക്സ് മുസ്ലിംസ് ഇല്ല, മന്ദബുദ്ധികൾ ആരുമില്ല. അന്നൊരൊറ്റ ദീൻ, ഉമ്മത്തൻ വാഹിദ, ദീനുൽ ഇസ്ലാം, മുവഹിദുകൾ, മുഅ്മിനുകൾ. പക്ഷെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വന്നുകൊണ്ട് പറയുന്നൊരു ദുആ ഉണ്ട്. ഏ അല്ലാഹ്, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറാ. ഈ കാഫിരീങ്ങളെ ഒരുത്തനെയും നീ ഭൂമിയിൽ ഒരു ബാക്കി വെക്കാണ്ട് നശിപ്പിച്ചേക്കീൻ എന്ന് നൂഹ് അലൈഹിസ്സലാം ദുആ ചെയ്ത കാഫിർ ആരാൻ? അല്ലാഹ് പറഞ്ഞു, അന്നൊറ്റ ദീനേ ഉള്ളൂ. ഹിന്ദു മതത്തിലേക്ക് പോയവരല്ല, കാരണം എന്നാ മതമില്ല. ജൂതമതത്തിലേക്ക് വന്നാലും പോയില്ല. മൂസാ നബി ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. അന്ന് മജൂസികളുമില്ല, അന്ന് ഒരു മതമില്ല. ദീൻ മാത്രം, ഇസ്ലാം മാത്രം, ഇസ്ലാം മാത്രം. പിന്നെന്തുകൊണ്ട് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അവരെ കാഫിർ എന്ന് വിളിച്ചു? അതിന്റെ ഉത്തരം തേടി പരിശുദ്ധ ഖുർആനിൽ പോയാൽ എന്താ കാണാന്നറിയോ? വഖാലൂ ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊക വനസ്റാ. ഇതാണ് അതിന്റെ കാരണം. അവരെ കാഫിറാവാനുള്ള കാരണം വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ എന്നീ പേരുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അസ്മാഉ റിജാലിൻ സാലിഹീൻ, മഹാന്മാരായ ഔലിയാക്കളായ 5 മഹത്തുക്കളുടെ പേരാണത്. അവരെന്താ ചെയ്തെന്നറിയോ? അവർ അള്ളാഹു വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിനെ അറിയുന്നവരാണ്, അള്ളാഹുവിൽ യഖീനുള്ളവരാണ്. പക്ഷെ ഈ 5 ഔലിയാക്കളെ അവരുടെ മരണത്തിന് ശേഷം ഇവരുടെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ഇടയാളന്മാരാക്കി നിശ്ചയിച്ചു. അവർ പിന്നെ ചോദ്യം ഈ മഹത്തുക്കളോടാക്കി. അള്ളാഹ് അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് അവർ ചോദിക്കാൻ തുടങ്ങി. അവരെ ശുപാർശകരാക്കി. അള്ളാഹു ഉണ്ട്, ശരിയല്ലേ? അള്ളാഹുവാണ് ഖാലിഖ്, മാലിക്, റാസിഖ്, മുദബ്ബിർ എല്ലാം. പക്ഷെ നമ്മളെ കാര്യങ്ങൾ പറയേണ്ടത് മഹത്തുക്കളോടാണ്, അവരുടെ ബർക്കത്തിനോടാണ്. അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഔലിയാക്കളായ മഹത്തുക്കളായ ആളുകളെ ഇടയിൽ വെച്ച് അവരോട് ദുആ ചെയ്യാനും അവരെ ജാറത്തിൽ പോവാനും അവരെ ഇടയാളന്മാരാക്കാനും തുടങ്ങിയപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഖൗമിനെ വിളിച്ച പേരാണ് കാഫിർ. ചെയ്ത തെറ്റ് അവർ അല്ലാഹു കൊടുത്ത കരാറിനെ പൊളിച്ചു. എന്താ കരാറ്? ലാ ഇലാഹ, അല്ലാഹ് നീയല്ലാത്ത എല്ലാത്തിനെയും ഞാൻ തള്ളുന്നു. പക്ഷെ തള്ളിയില്ല, 5 ആളെ കൂടെ കയറ്റി. അല്ലാഹു പറഞ്ഞു കാഫിർ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു മോൻ കാഫിറായി ചത്തു, വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചു. എന്ത് കാരണത്താൽ? ഹിന്ദുവായിട്ട് മരിച്ചതാ? താരീഖിന് ക്രിസ്ത്യാനിയായിട്ട് മരിച്ചതാ? മജൂസിയായിട്ട് മരിച്ചതാ? അല്ല ജൂതനായിട്ട് മരിച്ചതാ? യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ, നമ്മളോടൊപ്പം കപ്പലിലേക്ക് കയറ്, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോവരുത്. ആരെയാ നൂഹ് നബി കാഫിർ എന്ന് വിളിക്കുന്നത്? അന്നീ പറഞ്ഞ ഒരു മതവുമില്ല, പിന്നെ ആരെയാ നൂഹ് നബി കാഫിർ എന്ന് വിളിച്ച്? മോനെ, കാഫിറിന്റെ കൂട്ടത്തിൽ പെടല്ല. ആരാന്നൊരു ആ കാഫിർ? അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിലെത്താൻ ഈ 5 മഹത്തുക്കളെ കൂട്ടുപിടിച്ചവർ, ഈ 5 മഹത്തുക്കളുടെ ജാറങ്ങളിൽ ഉറൂസ് നടത്തിയവർ, ഈ 5 മഹത്തുക്കൾക്ക് വഴിപാടുകൾ നടത്തിയവർ, നേർച്ചകൾ നടത്തിയവർ. പക്ഷെ മോൻ ആ കൂട്ടത്തെ പൊട്ടി ചത്തുപോയി. നൂഹ് നബിന്റെ മോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഖുറൈശികൾ അള്ളാന്റെ ഭാഷയിൽ കാഫിറും മുശ്രിക്കുമാണ്. എന്ത് കാരണത്താൽ? എന്ത് കാരണത്താൽ? അന്ന് ഹിന്ദു മതമുണ്ടോ മക്കത്ത്? അന്ന് നസ്രാണികൾ മക്കത്തുണ്ടോ? ഇല്ല, അവർ മദീനത്താണ്, അല്ലെങ്കിൽ റോമിലാണ്. കച്ചവടത്തിന് വന്നു പോയാലായി. ജൂതന്മാരുണ്ടോ? ഇല്ല, അവരും മദീനത്താണ്. മക്കത്തന്ന് പക്ക മില്ലത്തെ ഇബ്രാഹീമിലെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ. ഒരു ഉദാഹരണം പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ ഇതെന്തിനാ പറയുന്നറിയോ? ജാറങ്ങളും ദർഗകളും ഉറൂസ് നടക്കും. എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഇസ്ലാമിൻ്റെ പേരിൽ. നമ്മളെ പോലത്തെ മനുഷ്യന്മാരെ പോയിട്ട് തിന്നും, പൈസ ഇടും, ഇങ്ങനെ ദുആ ചെയ്തിട്ട് വരും. വല്ലാഹി സുമ്മ വല്ലാഹി തിരിച്ചു വരുന്നത് കാഫിറും മുശ്രിക്കും മുർത്തത്തുമായിട്ടാണ്. ജാഗ്രത.
നരകത്തിലേക്കുള്ള വഴിയും തുറന്നിട്ട് വരുന്നത്. സൂക്ഷിച്ചോളി, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സലഫി മിമ്പറുകളല്ലാതെ ഈ വിഷയം മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കില്ല. കളമക്കാരും ചതിക്കാനും പറ്റിക്കാനും വസൂലാക്കാനൊന്നുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിന്റെ വക്താവായി, അഥവാ ഫർദുകളും ഷർത്തുകളും പാലിച്ച് അല്ലാഹുവിന് കരാർ കൊടുത്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുസ്ലിമായി. അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ട് പണ്ട് ജാഹിലിയത്തിൽ. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ ഏതോ മതത്തിലുള്ളപ്പോൾ എന്നല്ല പറഞ്ഞത്. ജാഹിലിയത്തിൽ അറിവില്ലായ്മ കൊണ്ട് മില്ലത്തെ ഇബ്രാഹിം എന്ന് മാറി നിന്ന് ശിർക്ക് ചെയ്യുന്ന സമയം, ഔലിയാക്കളെയും മഹത്തുക്കളെയും ജാറങ്ങളെയും ദർഗകളെയും കല്ലിനെയും മരത്തിനൊക്കെ പൂജിക്കുന്ന ആ ടൈമിൽ, വേറെ മതക്കാരെന്നല്ല പറഞ്ഞ്, ജാഹിലിയത്തിൽ അറിവില്ലായ്മ കൊണ്ട് ശിർക്ക് ചെയ്യുന്ന കാലത്തൊരു നേർച്ച ചെയ്തു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ നിന്റെ നേർച്ച? ശ്രദ്ധിക്കണേ, ഉമർ അന്ന് തൗഹീദിൽ വന്നില്ല. നേർച്ച എന്താണെന്നറിയോ? യാ റസൂലല്ലാഹ്, ഒരു രാത്രി മുഴുവൻ മസ്ജിദുൽ ഹറാമിൽ അള്ളാഹുവിന് വേണ്ടി ഇഅ്തികാഫിരുന്നോളാം എന്ന് ഞാൻ നേർച്ച ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. ഏതല്ലാഹ്? ഉമർ അന്ന് തൗഹീദിൽ വന്നില്ല. ഉമർ ഫാറൂഖ് അന്ന് മുസ്ലിമായില്ല. അന്ന് വെച്ച നേർച്ചയാണ്. മസ്ജിദുൽ ഹറാമിൽ ഒരു രാത്രി മുഴുവൻ ഞാൻ ഇഅ്തികാഫിരുന്നോളാം. യാ റസൂലല്ലാഹ്, ഇപ്പൊ ഞാൻ തൗഹീദിലാണ്, ഞാൻ ആ നേർച്ച പൂർത്തിയാക്കേണ്ടതുണ്ടോ? വേറെ ഏതോ മതത്തിലായിരുന്നെങ്കിൽ, വേറെ ഏതോ അള്ളാഹ്ക്കായിരുന്നെങ്കിൽ, സാധാരണ സമസ്തക്കാർ പറയുന്ന പോലെ ഇത് നമ്മൾ പറയുന്ന അള്ളാഹു അല്ല എന്നാ പറയാ. ആണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയണം? വിട്ടകം പറയാം, അതെല്ലാം പണ്ടത്തെ നേർച്ചല്ലേ, അത് ഏതല്ലാ, ഏത് ദൈവം? പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, നിന്റെ നേർച്ച നീ പൂർത്തിയാക്കണം. കാരണം ഉമറിന് അന്നും ഇന്നും നേർച്ചയാക്കിയ അള്ളാഹു ഒന്നാണ്, വേറെ അല്ലല്ല. ഉമറേ, നീ നേർച്ച പൂർത്തിയാക്കണം. ഉമർ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ മക്കത്തെ മുശ്രിക്കുകളെ അള്ളാഹു മുശ്രിക് എന്ന് വിളിച്ചത് ഏതെങ്കിലും മതത്തിന്റെ മെമ്പർഷിപ്പ് എടുത്ത് പോയിട്ടല്ല, അള്ളാഹനെ നിഷേധിച്ചത് കൊണ്ടല്ല, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞതിനെ കൊണ്ടുമല്ല, അള്ളാഹു ഉണ്ട്, അതിനോടൊപ്പം ഔലിയാക്കളും വേണമെന്ന് വാദിച്ചതിനെ കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞു അവർ മുശ്രിക്കും കാഫിറും ആണ്. രണ്ട് കാരണങ്ങൾ അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ മക്കക്കാരെ പറ്റി. അള്ളാഹു കൊടുത്ത കരാറിന്റെ ഒന്നാമത്തെ ഫർദായ നഫിയുൽ ആമിനെ, എല്ലാത്തിനെയും മാറ്റിവെക്കണമെന്ന ഫർദിനെ ഇല്ലാതാക്കിയതിന്റെ കാരണങ്ങൾ രണ്ടെണ്ണം അള്ളാഹു പറഞ്ഞ്. ഒന്ന് സൂറത്തുൽ സുമറിന്റെ 3-ാമത്തെ ആയത്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ഖുർആൻ സൂറത്തുൽ സുമർ. എന്തുകൊണ്ടാ അബൂജഹൽ മുശ്രിക്കായത്? എന്ത് കാരണം കൊണ്ടാ ഉത്ബയും ശൈബയും കാഫിറായത്? അല്ലാഹ് പറയാൻ, അവർ അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അദ്ദീനുൽ ഖാലിസ് തഫ്സീർ എന്താ അറിയോ? ഐ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ദീൻ, അത് അല്ലാഹ്ക്ക് മാത്രം ഉള്ളതാണ്. വല്ലദീന ഇത്തഖദൂ, ഒരു വിഭാഗം ആളുകൾ സ്വീകരിച്ചു, മിൻ ദൂനിഹി, അല്ലാഹ്ക്ക് പുറമെ, അല്ലാഹ് ഇല്ലാന്ന് പറഞ്ഞിട്ടല്ല, അല്ലാഹ് ഉണ്ട്, അവന് പുറമെ, ഔലിയാ, ചില സഹായികളെ, ലാത്ത പോലെ, ഉസ്സ പോലെ, ഹുബൽ പോലെ, ഇബ്രാഹിം ഇസ്മായിൽ പ്രവാചകന്മാര് പോലെ ചില സഹായികളെ അവർ സ്വീകരിച്ചു. എന്നിട്ട് അതെന്തിനാണെന്ന് അവരോട് ചോദിച്ചാലോ അവര് പറയും, മാ നഅ്ബുദുഹും, അവരോട് നമ്മൾ ദുആ ചെയ്യുന്നില്ല, അവർക്ക് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നില്ല, അവർക്ക് നമ്മൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന, അവർ നമ്മളെ അടുപ്പിക്കാനല്ലാതെ, ഇലല്ലാഹി, അല്ലാഹുവിലേക്ക്, സുൽഫ, ഇടയാളന്മാരായിക്കൊണ്ട്. എന്താ പറഞ്ഞ്? ഇവരാരും അള്ളാഹുവാന്ന് അവർക്ക് വിശ്വാസമില്ല. ഇത് റബ്ബാണ്, ഇത് അള്ളാഹുവാണ്. പിന്നെന്താ വിശ്വാസം? അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ ഈ മഹത്തുക്കൾ വേണം, ഇതേപോലെ ശുപാർശകരായിട്ട് വരണം, അത്രമാത്രമേ നമ്മളെ വിശ്വാസമുള്ളൂ. ഇത് പറഞ്ഞപ്പോൾ അള്ളാഹ് വിളിച്ചു അവരെ, ഇവര് മുശ്രിക്കും കാഫിറുമാണ്. കാരണം ഫള് തെറ്റിച്ചു. രണ്ടാമത്തേത് സൂറത്ത് യൂനിസിലാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13-ാമത്തെ ആയത്ത്, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെയുള്ളവർക്ക് അവരെ ഇബാദത്ത് ചെയ്യും.
അവർക്കൊരു ഉപകാരവും ചെയ്യാത്ത ഉപദ്രവവും ചെയ്യാത്ത ആളുകൾക്ക്. എന്നിട്ടോ അവര് പറയും വയഖൂലൂന, അവര് പറയും ഹൗലാഇ ഇക്കൂട്ടര് ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്. അപ്പൊ ഇവരും അള്ളാഹുവായി കണ്ടിട്ടല്ല ഈ ചെയ്തതൊന്നും. വദ്ദ് അള്ളാഹുവാണ്, സുവ അള്ളാഹുവാണ്, ലാത്ത അള്ളാഹുവാണ്, ഉസ്സ അള്ളാഹുവാണ്, ഒന്നുമില്ല. ഇവരൊക്കെ മഹത്തുക്കളാണ്, ഔലിയാക്കളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും ശുപാർശക്കും ഇവരാവശ്യമുണ്ട്. അള്ളാഹു പറഞ്ഞു ഫർദ് ബാത്തിലാക്കിയിരിക്കുന്നു, അതുകൊണ്ട് അവർ കാഫിറും മുശ്രിക്കുമാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ചോദിക്കാനുള്ള ഇതാണ്, വർത്തമാനകാലത്തുള്ള ഖുബൂരികൾ, ഖബർ പൂജിക്കുന്നവർ, ദർഗക്കാർ, തങ്ങന്മാരുടെയും ബാവുമാരുടെയും ബീവുമാരുടെയും ആളുകൾ, ഉപ്പാപ്പമാരും ഉമ്മമാരെയും പൂജിക്കുന്ന ആളുകൾ, നേർച്ച വഴിപാടുകൾ, ഉറൂസുകൾ, അതേപോലെ തന്നെ മറ്റു പരിപാടികൾ, എന്താ വാദം? ഉള്ളാളത്തെ തങ്ങൾ അള്ളാഹുവാന്ന് വാദിക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ഉള്ളാളത്തെ തങ്ങൾ അള്ളാഹുവാണെന്ന് ആരും പറയുന്നില്ല. മൊയ്തീൻ ഷേഖ് അള്ളാഹുവാണെന്ന് ആരും പറയുന്നില്ല. അങ്ങനെ ഇതിനു മുമ്പും ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്താ പറയുന്നത്? മഹത്തുക്കളാണ്. നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ ഇവരാവശ്യമാണ്. ഇവർ നമുക്ക് അള്ളാഹുവിലേക്കുള്ള ശുപാർശകരാണ്. ഈ വാദം പറഞ്ഞ നൂഹ് നബിയുടെ ഖൗമിനെ അള്ളാഹു വിളിച്ചു കാഫിർ. ഈ വാദം പറഞ്ഞ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരായ ഖുറൈശികളെ അള്ളാഹു വിളിച്ചു കാഫിർ. ഈ വാദം പറയുന്ന നമ്മുടെ കാലഘട്ടക്കാരെ നമ്മൾ എന്തു പറയുന്നു? അഹ്ലുസുന്നത്തി വൽ ജമാഅ. കല്ല കല്ല, അതൊരിക്കലും ആവൂല, അതൊരിക്കലും ആവൂല. അന്നങ്ങനെയും ഇന്നിങ്ങനെയും. അതെങ്ങനെ? ഒന്നാമത്തെ ഫർദ് പൂർത്തിയാക്കാത്തവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഏതാണ് ആ ഫർദ്? നഫ്യുൽ ആം, ഹൃദയത്തിൽ എല്ലാത്തിനെയും മാറ്റി. ഔലിയാക്കലുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളുമായിട്ടൊരു ബന്ധമില്ല. രണ്ടാമത്തെ ഫർദ് എന്താ അറിയോ? ഇസ്ബാത്തുൽ ഖാസ്, ഐ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. അതുകൊണ്ട് അള്ളാഹു ചോദിച്ചത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, എൻ്റെ അടിമക്ക് ഞാൻ പോരേ, അള്ളാഹു പോരെ. മുസ്ലിമായ മനുഷ്യൻ പറയും അള്ളാഹുവേ നീ മതി, ഇതെൻ്റെ കരാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓൻ്റെ പേരാണ് മുസ്ലിം, ഓൻ്റെ പേരാണ് മുസ്ലിം. അവനോട് അള്ളാഹിൻ്റെ രണ്ടാമത്തെ കൽപ്പന വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എങ്കിൽ നീ എനിക്കത് തെളിയിച്ചു തരണം, നീ എനിക്ക് തന്ന കരാറ് തെളിയിച്ചു തരണം. അതെങ്ങനെ തെളിയിക്കും? പ്രശ്നമൊന്നുമില്ല. ഞാൻ നിനക്ക് വേണ്ടി തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വഴിയാണോ കാണിച്ചത് ആ വഴിക്ക് ജീവിച്ചാൽ മതി. അപ്പം എനിക്ക് മനസ്സിലാവും നീ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروا إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയം നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തന്നു. അത് മുസ്ലിം ഉമ്മത്തിന് പഠിക്കാനാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അള്ളാഹു പറഞ്ഞു, നമ്മൾ കേൾക്കേണ്ട കഥകൾ കെട്ടുകഥകളല്ല, മായാവി കഥകളല്ല, ഏതെങ്കിലും മനുഷ്യന്മാർ മൈക്ക് കെട്ടിയിട്ട് ആൾക്കാരെ പറ്റി പറയുന്ന കഥകളല്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞെന്ന കഥകൾ. കാരണം എന്താ അറിയോ? അതിൽ ഹഖീഖത്തുണ്ട്, അതിൽ യാഥാർത്ഥ്യമുണ്ട്, അതിൽ കളവില്ല. മൂസ നബിൻ്റെ കഥ കേൾക്കണം, മറിയമിൻ്റെ കഥ, സക്കരിയാൻ്റെ കഥ, യഹ്യാൻ്റെ കഥ, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. ഇതിലൊക്കെ കലിമത്തു ഷഹാദയിലെ 2 ഫർദുകൾ പാലിക്കുന്ന മുസ്ലിമിന് പാഠമുണ്ട്. അവൻ്റെ ആദർശത്തിൻ്റെ ഖുവ്വത്തുണ്ടാക്കാനുള്ള മരുന്ന് ആ താരീഖിലുണ്ട്. ഫീ ഖസസിഹിം ഇബ്റ, പാഠങ്ങളുണ്ട്. തെറ്റിപ്പോവാണ്ട് ശ്രദ്ധിക്കണം. ഒരു പോറലും വരാതെ, ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒരു വാചകത്തിൻ്റെ കഷണത്തിലോ പോലും ഒരു പോറൽ സംഭവിക്കാതെ അള്ളാഹു കൊടുത്ത കരാറിനെ സംരക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് കഴുതപ്പുറത്ത് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാണ്. സുൽത്താൻ്റെ കഴുതൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. കഴുത ഇത്രയല്ലേ ഉള്ളൂ, രണ്ടാളിരുന്നാൽ മുട്ടിയിട്ടല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി വിളിക്കാൻ, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് സുമ്മ സകത ഖലീലൻ, അല്ലെങ്കിൽ ഐ സാഅതൻ. മുആദ് വിളി കേട്ടു, പക്ഷെ റസൂൽ ഒന്നും മിണ്ടിയില്ല. കഴുത കുറച്ച് മുമ്പോട്ട് നടന്നു. രണ്ടാമതും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ് സകത സാഅതൻ. പിന്നെ ഒന്നും മിണ്ടിയില്ല. മൂന്നാമതും വിളിച്ചു, യാ മുആദ് ലബ്ബൈക യാ റസൂലല്ലാഹ്. വീണ്ടും വിളി കേട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ 3 പ്രാവശ്യം വിളിച്ചെന്തിനറിയോ? കഴുതപ്പുറത്ത് ബാക്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന ആളെ 3 വട്ടം വിളിച്ചെന്തിനറിയോ? ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്തോ വിലപ്പെട്ട ചോദ്യം മനസ്സിലാവാൻ. യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വഹഖുൽ ഇബാദി അലല്ലാഹ്. മുആദ്, നിനക്കറിയോ അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാട് എന്താണെന്ന്, ഹക്ക്? തിരിച്ച് അള്ളാഹ്ക്ക് ഇങ്ങോട്ടുള്ള ഹക്ക് എന്താണെന്ന്? ഖുൽതു വല്ലാഹു വറസൂലുഹു അഅലം. 5 നേരത്തെ നിസ്കാരം പറഞ്ഞില്ല. 5 നേരത്തെ നിസ്കാരമോ സദഖയോ ഹജ്ജോ ഉംറയോ ഒരു കാര്യം പറഞ്ഞില്ല. അടിമക്ക് അള്ളാഹിനോട് ഒറ്റ ഹക്കയുള്ളൂ മുആദേ, അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യൽ, അവനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കൽ. ഇതൊരുത്തൻ ചെയ്താൽ തിരിച്ച് അള്ളാഹ്ക്ക് ഇങ്ങോട്ടുള്ള ഹക്ക് എന്താണെന്നറിയോ മുആദേ? അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കലും നരകത്തിൽ നിന്ന് കാക്കലും. എന്ന് പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ മരിച്ചു പോയതിന് ശേഷം ആളുകളെ വേർതിരിക്കുമ്പം അസ്ഹാബുൽ മൈമന തൗഹീദ് പൂർത്തിയാക്കിയവൻ, അസ്ഹാബുൽ മശ്അമ കരാറിൽ പാളിച്ച കാണിച്ചവൻ, ഇടതുപക്ഷം നരകത്തിൻ്റെ ആള്. അതുകൊണ്ട് സൂക്ഷിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന. സ്വർഗം അവന് ഹറാമാണ്. അതുകൊണ്ട് പരിശോധിക്കണം, ഞാൻ അള്ളാഹു കൊടുത്ത കരാറ് പാലിക്കുന്നുണ്ടോ? ഞാൻ അള്ളാഹു അല്ലാത്തവരാണോ ആശ്രയിക്കുന്നത്? അള്ളാഹ് അല്ലാത്തവരോട് ചോദിക്കുന്നുണ്ടോ? അവരെന്നെ കാണുമെന്ന് കേൾക്കുമെന്ന് എൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി തരും എന്ന് ഞാൻ എപ്പോഴെങ്കിലും വിശ്വസിച്ച് പോയിട്ടുണ്ടോ? ചരടോ ഉറുക്കോ ഏലസോ കുപ്പിയോ തകിടോ ജാറമോ ദർഗയോ ഉറൂസോ അതോ ഇതോ എന്തെങ്കിലും ഉണ്ടോ? തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം. ഇല്ലേ? വല്ലാഹി സുമ്മ വല്ലാഹി, ജീവിച്ചിരിക്കുന്ന നരകത്തിൻ്റെ തീക്കൊള്ളിയാണവൻ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. തൗഹീദിൻ്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹുവിനെ കൊടുത്ത കരാറ് ഷർത്തുകളും ഫർദുകളും പാലിച്ച് ആത്മാർത്ഥമായി സത്യസന്ധമായി മരിക്കുന്നവരെ മുറുകെ പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, മോശത്തരങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെയും കാത്തു രക്ഷിക്കട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംഭാവന പിരിവ് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ ആഴ്ചയും ചിലപ്പം പറയുന്നുണ്ടാവും, എന്നാലും കുറച്ചും കൂടി ഗൗരവത്തിലെടുക്കണം. കാരണം അള്ളാഹു ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ, സഹാബാക്കളെ മാതൃകയാക്കണം. മന്ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. ആരുണ്ട് അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ? അള്ളാഹ്ക്ക് കടമൊന്നും ആവശ്യമില്ല. ആകാശം അള്ളാൻ്റെതാണ്, ഭൂമി അള്ളാൻ്റെതാണ്, എല്ലതും അള്ളാൻ്റെതാണ്. ഇത് കേട്ട അബൂ ദഹ്ദാഹ റളിയല്ലാഹു അൻഹു ഓടി വന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹു കടം ചോദിക്കുന്നുണ്ടോ നമ്മളോട്? അതൊരു രസമുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടറിയോ? അബൂ ദഹ്ദാഹിന് അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ഇങ്ങനെയാണ്. നമുക്ക് അള്ളാഹു കടം ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ഗൗരവമില്ല, ഒരു രസമില്ല, ഒരു കേൾക്കുമ്പോൾ ഒരു സുഖമില്ല. അബൂ ദഹ്ദാഹിന് വലിയ ആശ്ചര്യം വന്നു. റബ്ബ് നമ്മളോട് കടം ചോദിക്കുന്നുണ്ടോ? നഅം യാ അബൂ ദഹ്ദാഹ്, അതേ അബൂ ദഹ്ദാഹ്, അള്ളാഹു നല്ല കടം ചോദിക്കുന്നുണ്ട്, എങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ്. എന്താ തരിക? എൻ്റെ 400 ഈത്തപ്പഴ മരങ്ങൾ ഉള്ള തോട്ടമുണ്ട്, അതിനാ അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു. അബൂ ദഹ്ദാഹ് എന്താ ചെയ്തെന്നറിയോ? നേരെ തോട്ടത്തിലേക്ക് പോയി തോട്ടത്തിൻ്റെ വാതിൽക്കൽ നിന്നു. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സംഭവമാണ്. വാതിൽക്കൽ നിന്നിട്ട് വിളിക്കുകയാണ്, യാ ഉമ്മ ദഹ്ദാഹ്. ഭാര്യനെ വിളിക്കുകയാണ്, യാ ഉമ്മ ദഹ്ദാഹ്, മക്കളെയും കൂട്ടി വീട്ടു സാധനങ്ങളും എടുത്ത് തോട്ടത്തിൻ്റെ പുറത്തേക്ക് വന്നോളീൻ, ഈ തോട്ടം ഞാൻ എൻ്റെ റബ്ബിന് കടം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉമ്മു ദഹ്ദാഹ് ഉള്ളെന്ന് പറയാൻ, സുബ്ഹാനല്ലാഹ്, എന്തൊരു ലാഭമുള്ള കച്ചവടം ചെയ്തിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഇതാ ഞാൻ വരികയാണ്, മക്കളെയും കൂട്ടി ചട്ടിയും കൊടുക്കുക എല്ലാം എടുത്ത് അബൂ ദഹ്ദാഹിൻ്റെ കൂടെ പുറത്തേക്ക്. കടം കൊടുക്കണം അള്ളാഹുവിന്. ചിലപ്പം പിന്നെ സമയം കിട്ടിയെന്ന് വരില്ല, പിന്നെ അവസരം കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണ് സദഖ ചെയ്യേണ്ടതെന്നറിയോ?
സഹാബി ചോദിച്ചത് ഏറ്റവും നല്ല സദഖ ഏതാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നറിയോ? വഅൻത സഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിന. നല്ല ആരോഗ്യമുള്ള അവസ്ഥയിൽ, നല്ല പിശുക്കുള്ള അവസ്ഥയിൽ, പണം നല്ലോണം ആഗ്രഹിക്കുകയും ദാരിദ്ര്യത്തെ പേടിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കൊടുക്കണം. അതാ കൊടുപ്പ്. ഒരാവശ്യമില്ലാത്ത പണം കുറേൻ്റെ വീട്ടിൽ എടുത്തോളാം, അതിൽ കാര്യമില്ല, ആവശ്യമുള്ളപ്പം. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ദിവസം വരും, അന്ന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തും. അന്നേരം നീ പറയും, ഇതാ ഈ പൈസ അയാൾക്ക് കൊടുത്തേ, ഈ പൈസ അയാൾക്ക് കൊടുത്തേ, ഇത് അയാൾക്ക് കൊടുത്തേ. കാരണം പോവാൻ ഇനി ഇത് ബാക്കി വെച്ച് പോകുമ്പോൾ പേടിയായി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് നീ പറയണ്ട, നീ മരിച്ചാൽ നിൻ്റെ മക്കൾ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ഇപ്പം കൊടുക്കണം. അള്ളാഹുവിൻ്റെ പള്ളി വീട്ടിന് വേണ്ടിയാകുമ്പം അതിൻ്റെ വിലയൊന്ന് വേറെ തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി വസ്സലാമി അലാ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു വസല്ലിമു اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين وعن الصحابة والقرابة كلهم أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم.